മാസപ്പടി കേസിൽ CMRLന് തിരിച്ചടി. തിങ്കളാഴ്ച ശശിധരൻ കർത്ത ഇഡിക്ക് മുന്നിൽ ഹാജരാകണം. അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്ന് കോടതി അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, മാസപ്പടി കേസിൽ ശശിധരൻ കർത്തയ്ക്ക് തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടി കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത്. ഈ സമൻസിനെതിരെയാണ് ശശിധരൻ കർത്ത ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ CMRLന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ED കേസ് നിലനിൽക്കില്ല എന്നുള്ള വാദം ചൂണ്ടിക്കാട്ടിയാണ് CMRL ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. അന്വേഷണത്തിൽ ഇടപെടാനാകില്ല എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തിങ്കളാഴ്ച ശശിധരൻ കർത്ത EDക്ക് മുന്നിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ED ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ചില വാദങ്ങളും ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. അറസ്റ്റിലേക്കടക്കം നീങ്ങാനുള്ള പദ്ധതി തങ്ങൾക്കില്ല. കേസിൽ ഈ ഘട്ടത്തിൽ യാതൊരു തരത്തിലും കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകരുതെന്നുള്ള ഒരു വാദമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. EDയുടെ വാദങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണത്തിൽ ഇടപെടാനാകില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ശശിധരൻ കർത്ത EDക്ക് മുന്നിൽ ഹാജരാകണമെന്നുള്ള ഒരു നിലപാടും സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ SFIയുടെ അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് ED കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നത്. SFIയുടെ അന്വേഷണം നടക്കുന്നതിനിടയിൽ ED വീണ്ടും സമൻസ് അയച്ചത്, അല്ലെങ്കിൽ EDയുടെ അന്വേഷണം അത് നിയമവിരുദ്ധമാണ് എന്നുള്ള വാദം കൂടി ഹർജിയിൽ ശശിധരൻ കർത്ത ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും CMRL വീണയുടെ എക്സലോജി കമ്പനിക്ക് 1,72,00,000 രൂപ നൽകിയതിൽ ദുരൂഹതയുണ്ട്. ഈ ദുരൂഹത നീക്കുന്നതിനടക്കമാണ് ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാനായിട്ട് ED വിളിപ്പിച്ചത്. നേരത്തെ CMRLന്റെ ഫിനാൻസ് ഓഫീസർമാരെ ഹാജരാകാനായിട്ട് ED നിർദ്ദേശം നൽകിയെങ്കിലും അവർ ഹാജരായിരുന്നില്ല. തുടർന്നാണ് MDയെ തന്നെ വിളിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിർണായക നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ അടക്കം ശശിധരൻ കർത്ത ഇക്കാര്യം ചോദ്യം ചെയ്തെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവോ നിലപാടോ ഉണ്ടായില്ല. മറിച്ച് അന്വേഷണത്തിൽ ഇടപെടാനാകില്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് ഹൈക്കോടതി തിങ്കളാഴ്ച തന്നെ ശശിധരൻ കർത്ത EDക്ക് മുന്നിൽ ഹാജരാകണമെന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. ദേവിക.